നമസ്കാരം. ക്രിസ്ത്യൻ ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ഷാരോൺ ഫെലോഷിപ്പ് അന്തർദേശീയ കൺവെൻഷൻ ഡിസംബർ 1 മുതൽ. ഹൂസ്റ്റണിൽ IPC മിഡ്വെസ്റ്റ് റീജിയൻ PIPA കൺവെൻഷൻ. ടൊറന്റോയിൽ ലിവിംഗ് ഇൻ ഫെയ്ത്ത് ടുഗദർ കാനഡ വനിതാ ശാക്തീകരണ സമ്മേളനം. ബ്ലസ് ഓസ്ട്രേലിയ സിഡ്നി കോൺഫറൻസ് സെപ്റ്റംബറിൽ. പുനലൂരിൽ എവേക് 2025 പാസ്റ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് കോൺഫറൻസ്. ഒഡീഷയിൽ കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും ബജരംഗൾ പ്രവർത്തകർ മർദ്ദിച്ചു. 2027 വിശുദ്ധ വാരത്തിൽ ഇത് റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഫിലിം റിലീസ് ചെയ്യും. വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുന്നുവെന്ന് ഡോക്ടർ ഗീവറീസ് മാർ കുറിലോസ്. ക്രൈസ്തവ വിഭാഗത്തിലേക്ക് മാറിയവർക്കുള്ള സഹായം നിർത്തലാക്കുമെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ. ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റി സർക്കാർ. അവശിഷ്ടങ്ങൾക്കിടയിൽ പ്രാർത്ഥനയോടെ വിശ്വാസികൾ. ഷാരോൺ ഫെലോഷിപ്പ് അന്തർദേശീയ കൺവെൻഷൻ ഡിസംബർ 1 മുതൽ. ഷാരോൺ ഫെലോഷിപ്പ് സഭകളുടെ അന്തർദേശീയ കൺവെൻഷൻ ഡിസംബർ 1 മുതൽ 7 വരെ തിരുവല്ല ഷാരോൺ കൺവെൻഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. ആത്മനിറവുള്ള ദൈവദാസന്മാർ വചനപ്രഭാഷണം നടത്തും. ഷാരോൺ കോയർ ഗാനശുശ്രൂഷകർക്ക് നേതൃത്വം നൽകും. കൺവെൻഷൻ്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി പൊതുസഭാ മണ്ഡലം കൂടി വിവിധ സബ് കമ്മിറ്റികളെ തിരഞ്ഞെടുത്തു. ഹൂസ്റ്റണിൽ IPC മിഡ്വെസ്റ്റ് റീജിയൻ PIPA കൺവെൻഷൻ. IPC മിഡ്വെസ്റ്റ് റീജിയൻ PIPA കൺവെൻഷൻ ഓഗസ്റ്റ് 30-31 തീയതികളിൽ ഹൂസ്റ്റണിലെ IPC ഹെബ്രോൺ സഭയിൽ നടക്കും. പാസ്റ്റർ ബ്ലസ് വർഗീസ് പ്രസംഗിക്കും. ശനിയാഴ്ച രാവിലെ 9 മുതൽ താരന്ത് പരിശോധനയും ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റും നടക്കും. ടൂർണമെൻറ്റിൽ വിജയികൾക്ക് $500, റണ്ണറപ്പിന് $250 സമ്മാനമായി നൽകും. കൺവെൻഷൻ ഞായറാഴ്ച രാവിലെ 9 ആരംഭിക്കുന്ന ആരാധനയോടെ സമാപിക്കും. ടൊറന്റോയിൽ ലിവിംഗ് ഇൻ ഫെയ്ത്ത് ടുഗദർ കാനഡ വനിതാ ശാക്തീകരണ സമ്മേളനം. ലിവിംഗ് ഇൻ ഫെയ്ത്ത് ടുഗദർ കാനഡയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 6 ടൊറന്റോയിൽ എംപവറിംഗ് വുമൺ കോൺഫറൻസ് നടക്കും. ഡോക്ടർ മെറീന വെസ്ലി, സിസ്റ്റർ ബിൻസി സാമുവൽ എന്നിവർ പ്രസംഗിക്കും. ബ്ലസ് ഓസ്ട്രേലിയ സിഡ്നി കോൺഫറൻസ് സെപ്റ്റംബറിൽ. ബ്ലസ് ഓസ്ട്രേലിയയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 19-നും 20-നും ഓസ്ട്രേലിയയിൽ സിഡ്നി കോൺഫറൻസ് നടക്കും. പാസ്റ്റർ ക്രിസ് സ്മിത്ത്, പാസ്റ്റർ മികായേൽ ഡൂളി, പാസ്റ്റർ ജെയ്സൺ ജോയ്, ഡോക്ടർ അനു കൊന്നത്ത് എന്നിവർ പ്രസംഗിക്കും. പുനലൂരിൽ എവേക് 2025 പാസ്റ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് കോൺഫറൻസ്. ടാമി കേരളയുടെ നേതൃത്വത്തിൽ എവേക് 2025 എന്ന പേരിൽ പാസ്റ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് കോൺഫറൻസ് ഓഗസ്റ്റ് 27-28 തീയതികളിൽ പുനലൂർ വാളക്കോട് ഏരീസ് PRV ഗ്രാൻഡേ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കും. പാസ്റ്റർ ആനിസൺ K സാമുവൽ ശുശ്രൂഷകർക്ക് നേതൃത്വം നൽകും. ഒഡീഷയിൽ കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും ബജരംഗൾ പ്രവർത്തകർ മർദ്ദിച്ചു. കത്തോലിക്ക സഭയുടെ ജലേശ്വർ ഇടവക നിലകൊള്ളുന്ന ഗംഗാധർ ഗ്രാമത്തിന് സമീപം വനമേഖലയിൽ 2 കത്തോലിക്ക വൈദികരെയും 2 കന്യാസ്ത്രീകളെയും അൽമായനെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചു. മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് മലയാളി വൈദികരായ ഫാദർ ലിജോ നിരപ്പേൽ, ഫാദർ V ജോജോ എന്നിവർ അടങ്ങുന്ന സംഘത്തെയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമിച്ചത്. പോലീസ് ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. മേഖലയിലെ 2 ക്രൈസ്തവരുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഗംഗാധർ മിഷൻ സ്റ്റേഷൻ സന്ദർശിച്ചപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. നിങ്ങൾക്ക് ഇനി ക്രിസ്ത്യാനികളെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ആക്രമണമെന്ന് ഫാദർ ലിജോ പറഞ്ഞു. 2027 വിശുദ്ധ വാരത്തിൽ ഇത് റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഫിലിം റിലീസ് ചെയ്യും. ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയുടെ 2ാം ഭാഗമായ ദി റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് 2027 വിശുദ്ധ വാരത്തിൽ റിലീസ് ചെയ്യുമെന്ന് ലയൺസ് ഗേറ്റ് ഫിലിം കമ്പനി പ്രഖ്യാപിച്ചു. 2ാം ഭാഗം 2 ഭാഗങ്ങളായാണ് പുറത്തിറക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച് വൻ വിജയമായ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന്റെ ആദ്യ ഭാഗം 2027 മാർച്ച് 26 ദുഃഖ വെള്ളിയാഴ്ച റിലീസ് ചെയ്യും. 2ാം ഭാഗം മെയ് 6 സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ റിലീസ് ചെയ്യും. എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് പ്രേക്ഷകരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് ലയൺസ് ഗേറ്റ് തീയതി പ്രഖ്യാപിച്ചത്. വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുന്നുവെന്ന് ഡോക്ടർ ഗീവറീസ് മാർ കുറിലോസ്. വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുകയാണെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് പറഞ്ഞു. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി വിവിധ ക്രൈസ്തവ സഭകളുടെ സഹകരണത്തോടെ പെരിങ്ങരയിൽ നടന്ന റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാർക്ക് ജാമ്യം ലഭിച്ചുവെങ്കിലും നീതി ലഭ്യമായിട്ടില്ലെന്നും ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും ലഭ്യമാകണമെന്നും
സുവാർത്തയിലൂടെ സ്നേഹത്തിന്റെ സന്ദേശം പകരുന്ന ആതുര സേവകരെയും സുവിശേഷ പ്രവർത്തകരെയും വളഞ്ഞിട്ട് തല്ലുകയും കള്ളക്കേസുകളിൽ കുടുക്കുകയും ചെയ്യുമ്പോൾ പോലീസ് നോക്കി നിൽക്കുകയാണെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു. ക്രൈസ്തവ വിഭാഗത്തിലേക്ക് മാറിയവർക്കുള്ള സഹായം നിർത്തലാക്കുമെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ. വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾക്കുള്ള സഹായം പരിവർത്തിത ക്രൈസ്തവർ തട്ടിയെടുക്കുന്നതായാണ് പരാതി. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 30.62% വനവാസികളാണ്. ഇതിൽ ഹിന്ദുക്കളും ക്രൈസ്തവരും ഗോത്രവർഗങ്ങളും ഉൾപ്പെടും. ഇതിൽ 6% പരിവർത്തിത വിഭാഗങ്ങളാണ്. എന്നാൽ ഇവർ ഇപ്പോഴും പാരമ്പര്യ ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട്. ഗോത്രവർഗക്കാരുടെ തനത് സംസ്കാരവും ആചാരങ്ങളും സംരക്ഷിക്കാനാണ് സർക്കാർ പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നത്. എന്നാൽ ഇവർക്ക് കിട്ടേണ്ട സഹായം ക്രിസ്തീയ മതാചാരങ്ങൾ പിന്തുടരുന്നവർ തട്ടിയെടുക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. ആരാധനാലയങ്ങൾ പൊളിച്ചുമാറ്റി സർക്കാർ. അവശിഷ്ടങ്ങൾക്കിടയിൽ പ്രാർത്ഥനയോടെ വിശ്വാസികൾ. ആന്ധ്രാപ്രദേശിൽ നിയമപരമായി പ്രവർത്തിച്ചു വന്ന പെന്തക്കോസ്റ്റ് ആരാധനാലയം പ്രാദേശിക ഭരണകൂടം പോലീസ് സാന്നിധ്യത്തിൽ പൊളിച്ചുമാറ്റി. ഗോദാവരി ധർമ്മപുരം ആഗ്രവാരം ഗ്രാമത്തിൽ 40 വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ക്രൈസ്റ്റ് ജീസസ് ഗോസ്പൽ ചർച്ചാണ് പൊളിച്ചത്. ആരാധനാലയം പൊളിച്ചു മാറ്റിയതിന്റെ കാരണം അന്വേഷിക്കാൻ പോയ സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ വൈ ജോസഫിനെയും ചില വിശ്വാസികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പാസ്റ്റർ ജോസഫിന്റെ പിതാക്കന്മാരുടെ കാലം മുതലുള്ളതാണ് ചർച്ച്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ വിശ്വാസികൾ സഭാ ഹാളിന്റെ അവശിഷ്ടങ്ങളുടെ നടുവിൽ നിന്നും കൈയടിച്ച് ദൈവത്തെ പാടി ആരാധിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഷാരോൺ ഫെലോഷിപ്പ് അന്തർദേശീയ കൺവെൻഷൻ ഡിസംബർ 1 മുതൽ. ഹൂസ്റ്റണിൽ IPC മിഡ് വെസ്റ്റ് റീജിയൻ PIP കൺവെൻഷൻ. ടൊറന്റോയിൽ ലിവിംഗ് ഇൻ ഫെയ്ത്ത് ടുഗദർ കാനഡ വനിതാ ശാക്തീകരണ സമ്മേളനം. ബ്ലസ് ഓസ്ട്രേലിയ സിഡ്നി കോൺഫറൻസ് സെപ്റ്റംബറിൽ. പുനലൂരിൽ എവേക് 2025 പാസ്റ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് കോൺഫറൻസ്. ഒഡീഷയിൽ കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും ബജരംഗൾ പ്രവർത്തകർ മർദ്ദിച്ചു. 2027 വിശുദ്ധ വാരത്തിൽ ഇത് റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഫിലിം റിലീസ് ചെയ്യും. വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുന്നുവെന്ന് ഡോക്ടർ ഗീവറീസ് മാർ കൂറിലോസ്. ക്രൈസ്തവ വിഭാഗത്തിലേക്ക് മാറിയവർക്കുള്ള സഹായം നിർത്തലാക്കുമെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ. ആരാധനാലയങ്ങൾ പൊളിച്ചുമാറ്റി സർക്കാർ. അവശിഷ്ടങ്ങൾക്കിടയിൽ പ്രാർത്ഥനയോടെ വിശ്വാസികൾ. ഈ ആഴ്ചയിലെ വാർത്തകളിലൂടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.